എന്തുകൊണ്ട് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട 3 പേരുകളാണുള്ളത്. ഒന്ന് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ. ഓരോ നേതാക്കളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പല വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പല കളികളും ഇന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഇവരിലെല്ലാം ഏറ്റവും മികച്ചത് ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അണികൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ജനകീയത. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ കയറുമെന്നാണ്. കാരണം മുന്നണി സംവിധാനമായ UDF LDF വന്നതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കക്ഷി അധികാര തുടർച്ച നേടുന്നത്. അത് അണികൾക്കിടയിൽ വലിയ നിരാശയാണ് സംഭവിച്ചത്. പലരും വിചാരിച്ചു കോൺഗ്രസ് എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നു, അതിന് പിന്നാലെ BJP പോലുള്ള പാർട്ടി വളർന്നു വരുമെന്ന്. പക്ഷെ അതിനെല്ലാം മറികടന്ന് സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഒരാൾക്ക് അധികാരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരാൾക്കൊരു പദവി വേണമെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ പല നോമിനികളുടെ ഇതിലാണ് സാധാരണ കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി കിട്ടുക. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സുപ്രധാനമായ, അതായത് ഹൈക്കമാൻഡിന്റെ സുപ്രധാനമായ ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ടുള്ള തീരുമാനം. അത് അക്ഷരം പ്രതി കേരളത്തിൽ വലിയ മാറ്റങ്ങൾ, കോൺഗ്രസിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യത. അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു കേരളം മുഴുവൻ ഒരു യാത്ര നടത്തിയിരുന്നു. സാധാരണഗതിയിൽ എല്ലാവരും കേരള യാത്ര നടത്തുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയി ഓരോ സ്ഥലത്ത് സഞ്ചരിക്കുക, പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായികൾ ഇങ്ങനെ കാണുക എന്നല്ലാതെ ജസ്റ്റ് ഒരു പ്രഹസനം എന്നതിനപ്പുറം വലിയ ജനങ്ങൾക്ക് വേണ്ടി അത് ഉപകാരപ്പെട്ടിരുന്നില്ല. പക്ഷെ വി ഡി സതീശന്റെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ആ യാത്ര കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓരോ മേഖലകളിലും ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങളും ഓരോ സ്ഥലത്തെ ജനങ്ങളുടെ വിഷയങ്ങളും വളരെ വിശദമായി കേട്ട് അതിനുവേണ്ടി അദ്ദേഹം മണിക്കൂറുകളോളം ഇരുന്ന് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് ആ പ്രശ്നത്തിൽ പരിഹരിക്കും എന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ യാത്ര തീർത്തത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു കോൺഗ്രസ് ഭരണം വന്നാൽ ചില വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് അദ്ദേഹം ആ യാത്രയോട് തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഒരു പക്ഷേ UDF അധികാരം കിട്ടുകയാണെങ്കിൽ ഭൂരിഭാഗം ജനങ്ങൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അത് കൂടാതെ യുവാക്കളെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് യുവാക്കൾ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിലോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് എല്ലാ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അതിനുള്ള തൊഴിൽ സാഹചര്യവും അതിനനുസരിച്ചുള്ള വ്യാവസായിക അന്തരീക്ഷവും നാട്ടിലില്ല. അതിന് പരിഹാരമായി അദ്ദേഹം കൊണ്ടുവന്ന നിരവധി പ്രൊജക്ടുകൾ അദ്ദേഹം വളരെ വിശദമായി തന്നെ പല ഇന്റർവ്യൂകളിലും പല പോഡ്കാസ്റ്റുകളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. രണ്ടാമത് എടുത്തു പറയേണ്ടത് ഇലക്ഷൻ അടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമായ ഒരു കാര്യമാണ് കാർ മോഡിഫിക്കേഷൻ. അത് വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ സ്വീകാര്യത കൊണ്ടുവന്നത്. സാധാരണഗതിയിൽ യുവാക്കൾ പൊതുവെ CPM-നോടാണ് കൂടുതൽ അനുകൂലം. കാരണം സിനിമകളിലും മറ്റും കൂടുതലും CPM-ന് അനുകൂലമായ ഒരു ട്രെൻഡാണ് പൊതുവെ കേരളത്തിൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് വലിയ രീതിയിൽ ഒരു ചെറിയൊരു രീതിയെങ്കിലും അപ്പർ ഹാൻഡ് CPM-ലേക്കാണ് അവർ ഉള്ളത്, വോട്ട് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇലക്ഷന് മുമ്പുള്ള ആ തീരുമാനങ്ങൾ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് ആർക്കും അദ്ദേഹത്തിന്റെ ആ സ്വീകാര്യതയെ നശിപ്പിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം ഇലക്ഷൻ തന്ത്രം വരെയുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. 2021 തൊട്ട് 2025 വരെ അദ്ദേഹം നേതൃത്വം നൽകിയ ഇലക്ഷൻ നമുക്ക് മനസ്സിലാകാം. അദ്ദേഹം വലിയ വിജയമാണ് കോൺഗ്രസിന് സമ്പാദിച്ചത്. അതിനു മുമ്പ് വേറൊരു കാര്യം, 2014 ശേഷം ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയം വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ ഇലക്ഷനിൽ പോലും വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതൊരു പരിധിവരെ CPM അതറിഞ്ഞ് കളിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. BJP കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും സോഷ്യൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ ഈ 2 പാർട്ടി കൊണ്ടുവന്നപ്പോഴും കോൺഗ്രസ് ആ 2099 അതേ പാതയിലാണ് പിന്തുടർന്നു പോയത്. കാരണം അവർക്ക് ടിപ്പിക്കലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു ഒരു മടി ഉള്ള രീതിയിലാണ് ഒട്ടും പ്രൊഫഷണൽ രീതിയിലല്ല അവരതിനെ കണ്ടത്. എന്നാൽ വി ഡി സതീശൻ വന്നതോടുകൂടി എല്ലാത്തിനും അദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഉള്ള സംഘടനാ സംവിധാനത്തെ വളരെ മികച്ച രീതിയിലാക്കി ഇലക്ഷനെ നേരിടാൻ അദ്ദേഹം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇലക്ഷൻ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പല ചെറു കക്ഷികളുടെ വോട്ടുകൾ പോലും വളരെ പ്രധാനമാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ അദ്ദേഹം അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ ടീമായിട്ട് സജ്ജമാക്കി ഇലക്ഷൻ നേരിടാൻ പഠിപ്പിച്ചു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ്, RSP, കോൺഗ്രസ് ജോസഫ് വിഭാഗം, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഒരു ടീമായിട്ട്, ടീം UDF എന്ന് തന്നെയാണ് അദ്ദേഹം പലതിൽ പറയാറുള്ളത് പോലും, ഒരു ടീമായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിന്റെയൊക്കെ വിജയമാണ് തൃക്കാക്കര, പാലക്കാട്, പുതുപ്പള്ളി, നിലമ്പൂർ ഇലക്ഷനിൽ നാം കണ്ടത്. അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിൽ 2019 കിട്ടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് പലരും MP ആയി പിന്നീട് ജയിച്ചു വന്നത്. നമ്മെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു. കാരണം
സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അപ്പർ ഹാൻഡ് CPM കാരണം അവരുടെ സംഘടനാ ശേഷി അത്രത്തോളം അടിത്തട്ടിൽ വളരെ ശക്തമാണ്. എന്നാൽ കോൺഗ്രസിന്റെ അങ്ങനെയല്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റേതായ തന്ത്രങ്ങളിലൂടെ കോൺഗ്രസിന് വലിയ രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൂടാതെ ഇലക്ഷൻ സാധാരണ വന്നു കഴിഞ്ഞാൽ സാധാരണ CPMന്റെയും BJPയുടെ തന്ത്രങ്ങളിൽ കോൺഗ്രസ് വീണ് കോൺഗ്രസിന്റേതായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ തന്ത്രങ്ങളിൽ വീണു പോവുകയാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ തന്ത്രത്തിലാണ് CPM പെട്ടുപോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണ് VD സതീശൻ പ്രസ്താവന നടത്തിയ ഡീൽ വിഷയം, അതായത് BJP CPM ഡീൽ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്ന് LDFന് അവരുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കാരണം VD സതീശൻ കൊണ്ടുവന്ന വിഷയത്തിന് പുറകെ പോയി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ പോലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ടുവന്നു. അത് വലിയ രീതിയിൽ കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇനി വരാനിരിക്കുന്ന നമുക്ക് ഇലക്ഷൻ റിസൾട്ടിലും നമുക്കത് കാണാൻ സാധിക്കും. 4ാമത്തെ കാര്യം എന്നത് എതിരാളികളുടെ വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. അദ്ദേഹം കൊണ്ടുവന്ന പല വിഷയങ്ങളും, പല അഴിമതി ആരോപണങ്ങളും വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും കറക്റ്റായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു തമാശ കഥാപാത്രമാക്കി LDF സൈബർ ഹാൻഡിലുകൾ മാറ്റി. അദ്ദേഹം കോവിഡ് നടത്തിയ ഒരു കോൾ ഒരാളോട്ട് വിളിക്കുന്ന ഒരു സംഭാഷണം ഉണ്ടായിരുന്നു, വീഡിയോ രൂപത്തിൽ അദ്ദേഹം ചെയ്തതാണ്. പക്ഷെ അത് LDF സൈബർ ഹാൻഡിൽ കോമഡി രൂപമാക്കി ഉസ്മാൻ എന്നുള്ള ഒരു ഇരട്ടപ്പേര് വിളിയോടുകൂടി അദ്ദേഹത്തെ ഒതുക്കിക്കളഞ്ഞു. എന്നാൽ VD സതീശന് നേരെ അദ്ദേഹം നുണേശ്വരൻ എന്നുള്ള രീതിയിൽ കേരളം മുഴുവനും DYFI പല ക്യാമ്പയിനുകൾ നടത്തി. സതീശന് നുണകൾ എന്നുള്ള രീതിയിൽ കേരളം മുഴുവനും. അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി, അതിലും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ക്യാമ്പയിനുകൾ തുടങ്ങി. പക്ഷെ അതിനെയൊക്കെ VD സതീശന് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പ്രസ്താവനകൾ പോലും പാർട്ടിക്ക് ഭീഷണിയാകുന്ന രീതി, അല്ലെങ്കിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതി അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല, വലിയ രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് നേരിടുന്ന ഓരോ വിമർശനങ്ങൾക്കും അദ്ദേഹം തിരിച്ചടിയെ കൊടുക്കുന്നത്. ഇപ്പോൾ കൈരളി ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ അദ്ദേഹത്തിന് നേരെ ചോദിച്ചിട്ടും അതിനൊക്കെ തക്ക മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ പേപ്പറിൽ നോക്കി പറഞ്ഞങ്ങ് പോവുകയാണ് അദ്ദേഹത്തിന് മിക്ക ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ മിക്ക പത്രസമ്മേളനങ്ങളും. പക്ഷെ അവിടെയൊക്കെ VD സതീശൻ യാതൊരു പേപ്പറിന്റെ ഒന്നിന്റെ സഹായമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു, മറുപടി കൊടുക്കുന്നു. ഒരു പേപ്പറിന്റെ ഒന്നിന്റെ സഹായമില്ലാതെ വളരെ വ്യക്തമായി അദ്ദേഹം അതിനെല്ലാം മറുപടി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ഏതൊരു വെല്ലുവിളിയും നേരിടാനും അദ്ദേഹത്തിന് കഴിയും. ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അറിയാമല്ലോ, കഴിഞ്ഞ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി. ഒരു പരിധിവരെ കോൺഗ്രസിന് അങ്ങനെ തടയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് നേരെ അതുപോലെ പുതിയ ആരോപണങ്ങളോ മറ്റു വിഷയങ്ങളോ വന്നാൽ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ കൊണ്ട് അതിനെയൊക്കെ തടഞ്ഞ് നിർത്താനും നല്ലൊരു സഭയെ, അതായത് നല്ലൊരു മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5ാമത്തെ കാര്യം എന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമുണ്ട്, കോൺഗ്രസ് ജയിച്ചാൽ ഇതിന് ഉത്തരവാദിത്തം ഈ ടീമിന് മുഴുവനുമാണ്, കോൺഗ്രസ് തോറ്റുപോയാലോ ഇതിന് ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമാണ്. അദ്ദേഹം അത്രയും വെല്ലുവിളി നിറഞ്ഞാണ് അദ്ദേഹം പല ഇലക്ഷനിൽ നേരിടുകയും ജയിക്കുകയും ചെയ്തത്. ഇതിലേറെ പറയുന്നു, ഈ നിയമസഭ ഇലക്ഷനിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുന്ന പോലും പറഞ്ഞു. കാരണം അത് അദ്ദേഹത്തിന് ഒരു വിഷയത്തോടുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ലീഡറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നുമാണ്. നിങ്ങൾ ആവശ്യം നോക്കണം, അദ്ദേഹം അത്രയും ട്രസ്റ്റാണ്, അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതിനു മുമ്പ് 2021 കോൺഗ്രസിന് ഭരണം കിട്ടാതായ സമയത്ത് പല നേതാക്കളും പല രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇത് പാർട്ടിക്ക് നമ്മൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചപ്പോൾ VD സതീശൻ നേരെ തിരിച്ചു. അത് തൻ്റെതായ വിഷയങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയെന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കഴിവ് ഒരു ലീഡറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അദ്ദേഹത്തിനുണ്ട്. അത് കൂടാതെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, ഒരു മുഖ്യമന്ത്രിക്ക് എതിരാളിയായിട്ട് അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആ പദവി അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൂടാതെ അദ്ദേഹം വേണമെങ്കിൽ കോൺഗ്രസിൽ ഒരു പിണറായി എന്ന് പോലും വിശ്വസിപ്പിക്കാം. കാരണം രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഒരു മീഡിയം ഒരു തണുപ്പൻ നിലപാടിലാണ് പല കാര്യങ്ങളെയും വിമർശിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്. അതുകൂടാതെ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടി ആയിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം കോൺഗ്രസിന്റെ പിണറായി എന്ന് പോലും വേണേൽ വിശ്വസിപ്പിക്കാം. കാരണം ഇതിനു മുമ്പുള്ള പല പ്രതിപക്ഷ നേതാക്കന്മാരും പൊതുവെ ഒരു തടുപ്പൻ സ്വഭാവമാണ്, ഒരു പരിധിക്കപ്പുറം വിമർശനത്തിൽ പോകാറില്ല. അത് കോൺഗ്രസ്സുകാരുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. പക്ഷെ അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ നിയമസഭക്കകത്തും പുറത്തും നല്ല മറുപടിയാണ് അദ്ദേഹം ഓരോ വിഷയത്തെക്കുറിച്ച് കൊടുത്തത്. പല തീരുമാനങ്ങളും മാറ്റിയെടുപ്പിക്കാനും അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകൾ കൊണ്ടും സാധിച്ചിട്ടുണ്ട്.